എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് നിങ്ങൾക്കെല്ലാം സ്പെഷ്യൽ ഡേ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും റീയൂണിയൻ ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ന് എന്തായാലും ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് പിന്നെ അവരുടെ തോട്ട്സ് ഇത് രണ്ടും തന്നെ നോക്കാമെന്ന് കേട്ടോ. രണ്ടും അറിയാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആഗ്രഹം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് കറണ്ട് ഫീലിങ്സ്, വാലന്റൈൻസ് ഡേ കറണ്ട് ഫീലിങ്സ് ആൻഡ് ദെയർ തോട്ട്സ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇതിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ന്യൂട്രലായിട്ട് മാത്രം കാണുക കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, യഥാർത്ഥ ചിന്തകൾ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എഫക്റ്റഡ് ആവരുത് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങിൽ ഇരിക്കുക. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നറിയാൻ എൻ്റെ വ്യൂവേഴ്സിന് ആഗ്രഹമുണ്ട്. മൈ വ്യൂവേഴ്സ് വോണ്ട് ടു നോ വട്ട് ഇസ് ദെയർ പേഴ്സൺ ഫീൽ അബൌട്ട് ദം ടുഡേ. ഇന്നത്തെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ്, കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടെന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. പോസിറ്റീവ് കാർഡ്സ് തരണേ പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. Magician, 10 of Wands, World, Empress, 9 of Cups, Justice, Page of Swords, Emperor, Hierophant, okay, Ace of Swords, Page of Cups, the Wheel, 10 of Cups, 2 of Cups, very good. Lovers വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഫോർ ഓഫ് വോൺസ് 2 കാർഡ് വന്നു കേട്ടോ. ഏസ് ഓഫ് വോൺസ് ആൻഡ് ഫോർ ഓഫ് വോൺസ്. എടുത്തേക്കാം, രണ്ടും എടുക്കാം. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ ഇന്നത്തെ ദിവസം കേട്ടോ. രാവിലെ മുതൽ ഓബിയസ്ലി ഇന്ന് വാലന്റൈൻസ് ഡേ ആകുമ്പോൾ അവരവരുടെ പേഴ്സൺസിനെ പറ്റിയാണല്ലോ ചിന്തിക്കുക കൂടുതലായിട്ടും. വളരെയധികം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 10 ഓഫ് വോൺസ് ആൻഡ് വേൾഡ് വെച്ചിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ സമയത്ത് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ലല്ലോ എന്നൊരു മനസ്താപം അവർക്കുണ്ട്. നിങ്ങളെ ഒന്ന് വന്ന് കാണാൻ സാധിച്ചില്ലല്ലോ, ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊരു മനസ്താപം അവർക്കുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരു ബോധറേഷൻ ആണ് അവർക്ക്. വിഷമം തോന്നുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് അവര് ഫുള്ളി നിങ്ങളിൽ ആകൃഷ്ടരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളുടെ മുഖമാവട്ടെ, സംസാരമാവട്ടെ, നിങ്ങൾ കൊടുക്കുന്ന മദർലി കെയർ ആവട്ടെ, നിങ്ങളെ കൊടുക്കുന്ന സ്നേഹം, കരുതൽ, ഇതൊന്നും അവർക്ക് വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നുള്ളൊരു സ്ഥിതിയാണ്. നിങ്ങളുടെ മുഖം തന്നെയാണ് രാവിലെ എണീച്ച ഉടനെ അവർക്ക് മനസ്സിൽ വരുന്നത്, നിങ്ങളുടെ മുഖം തന്നെയാണ്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. അവർക്ക് ലൈഫിൽ അങ്ങനെ പറയത്തക്ക ഇഷ്യൂസ് ഒന്നും, പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഓക്കെ, എല്ലാം സുഭിക്ഷമായിട്ട് തന്നെ ആയിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഒരു കുറവ് അത് എന്നും അവർക്കുണ്ട് കേട്ടോ. ജസ്റ്റിസ് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും തടസ്സങ്ങളില്ലാത്തൊരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടെ. കാരണം ഇവിടെ എംപററും ഉണ്ട്, ഹെയറോഫൻറ്റും ഉണ്ട്. ചിലരുടെയെങ്കിലും പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക്
എടുത്താൽ പൊങ്ങാത്ത റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മൂത്ത മകനോ മകളോ ആയിരിക്കാം. അച്ഛൻ അമ്മ അവരുടെ റെസ്പോൺസിബിലിറ്റി, ഇളയ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. അവർക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസ്, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നത് എന്ത് തടസ്സം തന്നെ ആവട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് അതിതീവ്രമായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്താൽ അത് നോക്കുന്നുണ്ടായിരിക്കും, അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ ആക്റ്റീവ് അവിടെ ഇവർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ എടുത്ത് വായിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പിക്ചർ കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. മിസ്സിങ് എനർജി വളരെയധികം കാണുന്നു കേട്ടോ. എംപറർ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവരിയ്ക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ അവർ വഹിക്കുന്ന പദവി ഉണ്ടല്ലോ ജോലിയിൽ, അതൊരു തടസ്സമായിരിക്കാം. സോഷ്യൽ ഇമേജ് ഒരു തടസ്സമായിരിക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഒരു തടസ്സമായിരിക്കാം. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതെല്ലാം ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ. പ്രായം വ്യത്യാസം ഉണ്ടായിരിക്കാം. അതെല്ലാം അവർക്കൊരു ബോധറേഷനായിട്ട്, ഒരു തടസ്സമായിട്ട് ഉണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ് അവിടെ കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുമ്പോൾ ഇതെല്ലാം തടസ്സങ്ങളാണെന്നെല്ലാം അവർക്ക് മനസ്സിൽ വരും. പക്ഷേ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഹെറോഫൻ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇത് 14 പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കാനും സാധ്യതയുണ്ട്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശം ചോദിച്ച് വരാറുണ്ടായിരിക്കാം. ഈ എന്താ പറയുക, ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയെല്ലാം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതായത് 4 പേർക്ക് ഇവരെ അറിയാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. മാരീഡും ആയിരിക്കാം കേട്ടോ ചിലരെങ്കിലും. മാരീഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിരിക്കാം എവിടെയെങ്കിലും. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസ് അവിടെയും കാണുന്നുണ്ട്. ഇതെല്ലാം ഒരു തടസ്സമാണ് എങ്കിലും അവിടെയും ഇവർ നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിൽ എത്തിക്കാൻ, കാരണം 2 ഓഫ് കപ്സ് ആണ് താഴെ, അവിടെയും ഒരു ബാലൻസ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. അവർക്ക് മനസ്സിൽ ഒരു എന്താ പറയുക, മനസ്സ് തെളിഞ്ഞ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ആഴം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് വീണ്ടും പേജ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി തന്നെയാണ് അവിടെ. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് ഒന്ന് അയക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു ഒരു ചിന്ത അവർക്ക് ഭയങ്കരമായിട്ട്, ഒന്നൊക്കെ വിളിക്കാനോ ഒന്ന് മെസ്സേജ് അയക്കാനോ സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം അവർക്ക് വല്ലാതെ തീവ്രമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ചിലർക്കെങ്കിലും അവരുടെ ഫാമിലി അറ്റ് പ്രസൻറ്റ് അവരുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, എന്താ ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ സ്പൗസ് ആയിരിക്കാം. അവർ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അങ്ങനെ അവരുടെ കൂടെ ഉണ്ട്. മറ്റു ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടായിരിക്കാം. അതൊരു തടസ്സമാണ് ഇവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. ഓക്കെ, അത് കോണ്ടാക്ട് ചെയ്ത് അവരറിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. സമയം മാറി വരും, ശരിയായ സമയം വരട്ടെ, സന്ദർഭം വരട്ടെ, അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിതീവ്രമായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേട്ടാൽ കൊള്ളാം എന്നവർക്ക് വല്ലാതെ തീവ്രമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്. 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ കാണണം, കാണുമ്പോൾ ലവേഴ്സ് ഒന്ന് ചേർത്ത് പിടിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മളുടെ മെസ്സേജസിൽ വരില്ല ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ് എന്ന്, അതുപോലെ നിങ്ങളെ കാണുമ്പോൾ ഓടി വന്നൊന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. 2 ഓഫ് കപ്സ് വെച്ചിട്ട് മ്യൂച്വൽ ലവ്, പരസ്പര സ്നേഹം തന്നെയാണ്. ലവേഴ്സും അത് തന്നെയാണ്. പരസ്പര സ്നേഹം തന്നെയാണ് എന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു റീയൂണിയൻ നിങ്ങളുടെ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല എത്രയും വേഗം നിങ്ങളെ വന്ന് കാണണം എന്ന് തന്നെ ഒരു തീരുമാനിച്ചതായിട്ടും കാണുന്നു. അതേപോലെ വേറെ എന്താണ്, നിങ്ങൾ പ്രോപ്പർ റിലേഷൻഷിപ്പിലാണ്, അവിടെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഒരു പെർമനൻറ്റ് യൂണിയൻ ആക്കി മാറ്റാനും, ഒരു വിവാഹം, ഒരു പ്രപ്പോസൽ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പെർമനൻറ്റ് യൂണിയൻ ആക്കി മാറ്റാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷം.
നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഒരു കാരണവും ഇല്ലാതെ ഒരാളുടെ അടുത്ത് ഇത്രയും സ്നേഹം പെട്ടെന്ന് തോന്നാൻ കാരണമില്ലല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ അങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മൾ തമ്മിലുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് വാൻസ്, ഈസ് ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും തുറന്ന് പറയും. ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക്, ഒരു വിവാഹാലോചനയിലേക്ക്, ഒരു കല്യാണത്തിലേക്ക് എല്ലാം പോകുന്നതായിട്ടും നിങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തുടങ്ങുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ്. ഒരു 5-6 കാർഡ് കൂടി എടുത്തിട്ട് തോട്ട്സിലേക്ക് പോവാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവർക്കായിട്ട്? വാലന്റൈൻസ് ഡേയിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കിങ് ഓഫ് വാൻസ്. ഓക്കെ, കിങ് ഓഫ് വാൻസ് വെച്ച് ഒരുപാട് സ്നേഹം, ആദരവ്, ബഹുമാനം എല്ലാം തന്നെ അവർക്ക് ഉണ്ട് നിങ്ങളുടെ അടുത്ത് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് 2-3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എംപററിൻ്റെ, ഹെയറോഫൻറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ലോങ് ഡിസ്റ്റൻസ്, തൊട്ട് താഴെ ഫാമിലി. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്കിളിൽ പെട്ടിട്ട് അവർ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പക്ഷേ അവർക്ക് ഇന്നത്തെ ദിവസം സാധിച്ചു കാണില്ല. അതിനെക്കുറിച്ച് അവർ വല്ലാതെ സ്ട്രെസ്സായിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നു. 6 ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാവണം എന്നുള്ള രീതിയിൽ അവർ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, ടെമ്പറൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കാൻ ഹെൽപ്പ് ഡിവൈൻ്റെ അടുത്ത് ചോദിച്ചതായിട്ട് കാണുന്നു കേട്ടോ. ഒരു ബാലൻസിൽ എത്തണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. 4 ഓഫ് കപ്സ്, വല്ലാത്ത ഒരു മിസ്സിങ് എനർജി അവിടെ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് അവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, തടസ്സങ്ങൾ തീർച്ചയായിട്ടും അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതും വീണ്ടും ഈ ഒരു സർക്കിളിൻ്റെ സൈഡിലാണ് വന്നിരിക്കുന്നത് അല്ലേ. വേൾഡ്, എംപറർ, 10 ഓഫ് കപ്സ്, ഹെയറോഫൻറ്റ്, ചുറ്റിനും അങ്ങനത്തെ കാർഡ്സ് ആണ്. സ്ട്രെസ്സ്, തടസ്സങ്ങൾ പലതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ തടസ്സങ്ങളാണെന്നുള്ളത്. ആ തടസ്സങ്ങളുടെ ആ ലൂപ്പിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കും എന്നുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു കേട്ടോ. പേജ് ഓഫ് ഫോൺസ് വെച്ച് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൾ, ഒരു എന്താ പറയുക, നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് സ്റ്റോക്ക് ചെയ്യുക, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നെല്ലാം അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഹാർമിറ്റ് വെച്ചിട്ട് ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും അവർ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ. അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരുടേതായ ചിന്തകളിൽ പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം സ്ട്രെസ് ആവാനുള്ള കാരണങ്ങൾ ഉണ്ട്. ആ സ്ട്രെസ്ഫുൾ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു വിഷമവും എല്ലാം തോന്നുന്നുണ്ട്. സ്നേഹം തോന്നുന്നുണ്ട് മനസ്സിൽ, വല്ലാതെ കാണാൻ പറ്റാത്തതിൽ വിഷമവും തോന്നുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. നമുക്ക് തോട്ട്സും കൂടെ നോക്കാം ഇന്ന്. ഇപ്പം നമുക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സിലേക്ക് പോകാം അല്ലേ. ഡിവൈൻ, വാലന്റൈൻസ് ഡേ ആയിട്ട് ഇന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകളിൽ എന്താണ് അവർക്കായിട്ട്? എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ സമയം ചിന്തിക്കുന്നത് അവരെക്കുറിച്ച്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ അവർക്കായിട്ട് എന്താണ്? ഓക്കെ, എടുക്കട്ടെ. 4 ഓഫ് പെൻഡക്കിൾസ്, ലവേഴ്സ്, ഡെത്ത്, 9 ഓഫ് കപ്സ്, സൺ, വേൾഡ്, മൂൺ, 4 ഓഫ് wands, 2 ഓഫ് swords, emperor,
നയൻ ഓഫ് സ്വാർഡ്സ്. സ്ട്രെസ് എന്തായാലും കാണുന്നുണ്ട് കേട്ടോ, സ്ട്രെസ്ഫുൾ ആയിട്ട് കാണുന്നത്. കിങ് ഓഫ് വാൺസ്, കാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 3 ഓഫ് കപ്സ് കേട്ടോ. തോട്ട്സിൽ 4 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി പൊസസീവായിട്ടും ഇച്ചിരി ജലസ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടുള്ള പിക്ചറോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഓർക്കുന്നില്ലേ, നിങ്ങൾ ഹാപ്പി ആണോ അവരില്ലാതെ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലവേഴ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് ഈ നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തന്നെ അവർക്ക് തോന്നുന്നു. ഡെത്ത് വെച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു അവസാനം ആയിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സ് വെച്ചിട്ട് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. സണ്ണ് വെച്ചിട്ട് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ എത്ര സന്തോഷമാണ് അവർക്ക് തോന്നാറുള്ളത് എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അടുത്തില്ലാത്തപ്പോഴാണ് അവർക്കത് ഫീൽ ചെയ്യുക അല്ലേ. ആ ഹാപ്പിനെസ്, നിങ്ങളുടെ മുഖം കാണുമ്പോഴുള്ള ആ സന്തോഷം, അത് അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ വേൾഡ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഈ മിസ്സിങ് എനർജി അവിടെ വന്നത് കേട്ടോ. ഇപ്പുറത്ത് സണ്ണും അപ്പുറത്ത് മൂണും, സങ്കടവും തോന്നുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷവും തോന്നുന്നുണ്ട്, മിസ്സിങ് എനർജി വല്ലാതെ തോന്നുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി തോന്നുന്നുണ്ട്. എല്ലാം കൂടി അവർ ആകെപ്പാടെ ഒരു എന്തൊക്കെയോ തോന്നുന്ന ഒരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത് കേട്ടോ. മനസ്സ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 4 ഓഫ് വാൻസ് വെച്ച് നിങ്ങൾക്ക് പലർക്കും ഒരു പ്രപ്പോസൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ റിലേഷൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി, നിങ്ങളുമായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ തന്നെ അവർ വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. 2 ഓഫ് സോർട്സ് വെച്ചിട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഒന്ന്, ലോങ് ഡിസ്റ്റൻസ് ആണ്. 2, അവരവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞു കാണില്ല. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള സംശയം. മൂന്നാമത്, അവരിയ്ക്കുന്ന പദവി, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അതേപോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം ഒരു തടസ്സമാണ്. അതെല്ലാം തന്നെ അവരെ ജഗിള് ചെയ്യിക്കുന്നുണ്ട്, സ്ട്രെസ് കൊടുക്കുന്നുണ്ട് അവർക്ക് കേട്ടോ. വല്ലാതെ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. കിങ് ഓഫ് വോൺസ് വെച്ച് ഇവർ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ പ്രാക്ടിക്കലി ചിന്തിക്കാൻ ശ്രമിച്ചാലും, നിങ്ങളിൽ നിന്ന് അകന്നു പോവാൻ ശ്രമിച്ചാലും അവർക്ക് സാധിക്കുന്നില്ല. പോയതുപോലെ ഇങ്ങനെ തിരിച്ചു വരുവാണ്. കാരണം നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം മാറ്റിയിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. നിങ്ങൾ ആ സ്ഥലം അങ്ങ് ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങളെ മാറ്റി അവിടെ വേറെ ഒരാളെ വെക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അവരത് തന്നെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മബന്ധം നിങ്ങളുടെ അടുത്ത് തോന്നാൻ കാര്യം എന്ന് അവർ ഓർക്കാറുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. നിങ്ങളോട് അവർക്ക് പറയാൻ പറ്റാത്ത യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം അവർ ഒരു പക്ഷേ അവരുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ എല്ലാം കൂടെ ഇരിക്കുകയായിരിക്കാം. ഇരിക്കുന്ന സമയത്തും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ മാനിഫെസ്റ്റേഷൻസിലെല്ലാം നിങ്ങളുടെ റിലേഷൻ ഇമ്പ്രൂവ് ആവണം, നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തകൾ തന്നെയാണ് അവർക്ക്. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെ ഓർക്കാറുള്ളത് എന്ന് കാണുന്നു. ഡെവിൾ വെച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിട്ടുപോകാൻ പറ്റാത്ത അത്രയും ഉള്ളൊരു സ്നേഹം, ഒരു ആകർഷണം അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നാറുണ്ട്. 2 ഓഫ് കപ്സ്, നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എപ്പോൾ സാധിക്കും എന്നതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വേൾഡിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് മിസ്സിങ് എനർജിയൊക്കെ അവിടെ വന്നിരിക്കുന്നത്. പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം ഈ ഒരു കാർഡ്സ് നോക്കുമ്പോൾ സ്ട്രെസ്സാണ്, ജഗ്ലിംഗ് ആണ് എന്നെല്ലാം നമുക്ക് കാണാം.
അവിടെ അവർ ചിന്തിക്കുന്നത് ഈ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു റീയൂണിയൻ സാധിക്കുക, നിങ്ങളുടെ അടുത്ത് എപ്പോഴാണ് ഇത്തിരി നേരം സംസാരിക്കാൻ സാധിക്കുക, ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുക, സ്നേഹം പങ്കിടാൻ സാധിക്കുക എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം അവരെ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ട് കേട്ടോ, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അവരെ. അങ്ങനെ കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് സ്വാർഡ്സ് അവര് ഒരു റെസ്പോൺസ് ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തടസ്സങ്ങളിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരുന്നുണ്ടോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ വെറുക്കുവോ, അവരിങ്ങനെ യാതൊരു ആക്ഷനും എടുക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അവരെ വെറുത്തു പോകുമോ എന്നുള്ളൊരു ഭയവും അവർക്കുണ്ട്. അതവർക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. നിങ്ങളങ്ങനെ അവരെ വിട്ടു പോവുകയോ പിണങ്ങി പോവുകയൊക്കെ ചെയ്താൽ അവർക്ക് അത് ഓർക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ. നൈറ്റ് ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങൾക്കായിട്ട് ഒരു സ്പീഡി ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തടസ്സങ്ങളതൊക്കെ വിചാരിച്ച് ഇരിക്കുന്നത് മതി, ഇനി മുന്നോട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. 4 ഓഫ് കപ്സ് വെച്ച് വീണ്ടും മിസ്സിങ് എനർജി തന്നെയാണ്, വല്ലാതെ മിസ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നു എന്നും കാണുന്നു. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ പറഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ശരിയാക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിട്ടുപോയാലോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്ന ക്ഷമ പറഞ്ഞ് നിങ്ങളെ അനുനയിപ്പിച്ച് അവരുടെ കൂടെ നിർത്തണം എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സും ചിന്തകളും നിങ്ങൾക്കായിട്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നല്ലത് തന്നെ ആയിരുന്നു അല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നത്. തടസ്സങ്ങളുണ്ട്, അത് ഉണ്ടെന്ന് നമുക്കും അറിയാം. എന്നാലും അവരവരുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കും എന്ന് തന്നെയാണ് നമുക്ക് കണ്ടത് കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. വേറെ എന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. വീണ്ടും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. May God bless you. Bye.